ശ്രീ മാത്യുവും അതുപോലെ തന്നെ ശ്രീമതി പൊടിയമ്മയും ഉത്തമമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് ആ കുടുംബം കെട്ടിപ്പടുത്ത് മക്കളെയൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കി അവരൊക്കെ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നതിനുള്ളതായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രത്യാശയോടുകൂടി തന്നെ അതിനുവേണ്ടി കാത്തിരിക്കാം. ഓരോരുത്തരുടെയും മരണം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നമുക്കും ഇതുപോലെയൊരു അവസ്ഥയുണ്ട്. അതിനെ നേരിടാനായി നമ്മളിപ്പോഴേ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. പ്രത്യാശയോടുകൂടിയുള്ള ജീവിതം നമ്മൾ നയിക്കുന്നതിനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഈ പൂയപ്പള്ളിയിൽ ഇത്രയും നാള് ജീവിക്കുന്നതിന്, പൂയപ്പള്ളി മാർത്തോമാ ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിച്ചു. ഇടവകയ്ക്കും ഈ നാട്ടിലുമൊക്കെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. പൂയപ്പള്ളി സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ആ കുടുംബാംഗങ്ങൾക്ക് എല്ലാ ആശ്വാസവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പരേത ഉൾപ്പെടുന്ന ഒന്നാം പ്രാർത്ഥന ഗ്രൂപ്പിനെ പ്രതിനിധിച്ചുകൊണ്ട് ശ്രീ ടി ജോർജ് അനുശോചനങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇടവക ജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഇന്ന് ഈ കൊച്ചമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ഗ്രിപ്പാപ്പൻ്റെ ഭാര്യയായിരുന്നു. ഏതാണ്ട് 10 വർഷത്തോളം സുഖമില്ലാതെ കിടക്കയിലായിരുന്നു. ആ സമയത്തെല്ലാം കുഞ്ഞുങ്ങൾ, വിദേശത്തായിരുന്ന കുഞ്ഞുങ്ങൾ, നാട്ടിലായിരുന്ന കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോട് ശുശ്രൂഷിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം ഈ പ്രിയപ്പെട്ടവർക്ക് കിട്ടിയെന്ന് പറയുന്നതിൽ രണ്ടർത്ഥമില്ല. ദൈവം ചെയ്യുന്ന കരുണകൾ, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ആ സേവനം അല്ലെങ്കിൽ ആ ശുശ്രൂഷ എല്ലാവർക്കും കിട്ടുന്നതായി കാണുന്നതുമില്ല. പല മാതാപിതാക്കളും കിടക്കയിലാകുമ്പോൾ അവരെ നോക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ആളില്ലാതെ വിഷമിക്കുകയാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചു. അതിന് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഈ ഒന്നാം പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ അനുശോചനം, എല്ലാവിധമായ അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. റീത്ത് സമർപ്പിക്കുവാൻ ഗ്രൂപ്പിന്റെ സെക്രട്ടറി റോയി വർഗീസിനെ ക്ഷണിക്കുന്നു. ഒന്നാം പ്രാർത്ഥന ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ക്ഷണിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അജിത് തോമസ് അച്ഛൻ, ശുശ്രൂഷയിൽ ഭവനത്തിലുള്ള ശുശ്രൂഷയിൽ സന്നിഹിതരായിരുന്ന ബഹുമാനപ്പെട്ട MJ ചെറിയാനച്ഛൻ, ചെങ്കൊള ഇടവക, ഫാദർ ഇമ്മാനുവൽ, കത്തോലിക്ക സഭയിലെ വൈദികൻ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, സമീപ പ്രദേശവാസികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠത്തിയുടെ ദേഹവിയോഗത്തിൽ ശാരീരികമായിട്ട് അസുഖമായിട്ട് കിടക്കുമ്പോഴൊക്കെ അനേകരെ സന്ദർശിക്കുകയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറെ അധിക സമയം ശാരീരിക അസ്വസ്ഥയാല് പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷകളൊക്കെ നൽകുവാൻ സാധിച്ചു. എന്നാൽ 2 ദിവസം മുമ്പ് അപ്രതീക്ഷിതമായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി തൻ്റെ സൃഷ്ടികർത്താവിൻ്റെ രീതിയിലേക്ക് മടങ്ങി. ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട ഇടവകാരി അജിത് തോമസ് അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛന് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുന്ന സമയമായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തിനകം ബഹുമാനപ്പെട്ട അച്ഛൻ
മറ്റ് പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് ഒരു നിമിഷം കൊണ്ട് അവിടെ എത്തി ശരീരം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കൊണ്ട് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു, ആശ്വാസമായി. തുടർ ദിവസങ്ങളിൽ അച്ഛന് തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം അവിടെ വന്നിരുന്ന് അച്ഛൻ ദുഃഖത്തിൽ പങ്കുചേരുകയും ആശ്വാസവാക്കുകൾ പറയുകയൊക്കെ അച്ഛൻ ചെയ്തു. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനോടും കുടുംബത്തോടുമുള്ള ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ദുഃഖത്തിൽ ആശ്വസിപ്പിച്ചതിന് ഉള്ള ഞങ്ങളുടെ നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. പിന്നെ തുടർന്ന് എം.ജെ. ചെറിയാനച്ഛനും മാലുവരച്ഛനൊക്കെ വന്നു ശുശ്രൂഷയിൽ പങ്കെടുത്തു. നന്ദിയോടെ സ്മരിക്കുന്നു. അവരുടെ സാന്നിധ്യം ഉണ്ടായതിൽ അവരോടുള്ള നന്ദി, ദുഃഖത്തിൽ പങ്കുചേർന്ന് ആശ്വസിപ്പിച്ചതിനുള്ളത് ഞങ്ങളുടെ ഈ സമയം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കൂടാതെ ബന്ധുമിത്രാദികൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെ, ശാരീരികമായിട്ട് വന്നു ചേരുവാൻ സാധിക്കാത്തവരെ മറ്റ് മാർഗങ്ങളിൽ കൂടി ടെലിഫോണിലും കൂടി ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ളവർ ജാതിമത ഭേദമന്യേ തുടർച്ചയായിട്ട് ഈ 2 ദിവസങ്ങളിൽ വരികയും സംബന്ധിക്കുകയും അവരുടെ അനുശോചനം അറിയിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ നന്ദിയോടെ ഈ സമയമുണ്ട്. ഇതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട ദാസിയെ ശുശ്രൂഷിച്ച ഒരു വ്യക്തി ഇപ്പോഴും ഈ പള്ളിയിൽ സന്നിധനായി. കുറെ കാലങ്ങളായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് ഭവനത്തിൽ ആയിരുന്ന പ്രിയപ്പെട്ട മനു ഇവിടെ ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുന്നത് പോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമല്ല, ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരവസ്ഥ ബഹുമാനപ്പെട്ട അച്ഛൻ അവിടുത്തെ ശുശ്രൂഷയിൽ അനുസ്മരിക്കുകയുണ്ടായി. ഇത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശുശ്രൂഷ പ്രിയദാസിക്ക് നൽകി. അതിന് പ്രിയപ്പെട്ട ആ സഹോദരിയോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയും ഇതുപോലുള്ള ശുശ്രൂഷകൾ മറ്റുള്ളവർക്കും നൽകണമേ, അതിനെ കൂടുതലായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഈ ദുഃഖത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ സഹായിച്ച മോർച്ചറിക്കാരൻ, മൊബൈൽ മോർച്ചറിക്കാരൻ, ഗ്രേസ് പാട്ടുകാരൻ, സ്റ്റുഡിയോക്കാരൻ, A1 ബാബൂസ്, ഇവരെ കൊണ്ടെല്ലാം ഉള്ള നന്ദി ഞങ്ങൾ ഈ സമയം രേഖപ്പെടുത്തുകയും അനുശോചനത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് ഓർക്കുന്നു. കൂടാതെ പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, പ്രിയപ്പെട്ട ജോർജ് കുട്ടി, മറ്റ് പലരും ശുശ്രൂഷകരെ, അലക്സൻ, KM ബേബി തുടങ്ങിയ അനേകര് ശുശ്രൂഷയിലൊക്കെ സംബന്ധിച്ചു. ആ പച്ചനത്തിനോടൊക്കെയുള്ള ഞങ്ങളുടെ നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം അവന്റെ നിത്യസമാധാനം കൊണ്ട് ഞങ്ങളെയും നിങ്ങളെയും സംബന്ധിച്ചതിനുള്ള ആ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ദൈവത്തിന്റെ നിത്യസമാധാനം വാത്സല്യഭവനത്തിലേക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് കുടുംബമായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചേർക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാവണത്തു വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ചു നല്ലവരും മരണമില്ലാത്തതുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാലാത്മനെയും അവന്റെ സന്താനങ്ങളെയും പാവണത്തു നീ വീണ്ടെടുത്തു. നിന്റെ കവടത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തേൽപ്പിനാൽ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, വിശുദ്ധയുടെ ലോകത്തും മരണം മൂലം വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ മാതാവിന്റെ ശവസംസ്കാരത്തിന് ഈ സമയത്തിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധാസമയിലെ സന്താനങ്ങൾക്കും ഭാഗ്യമുള്ള മണവറയും സന്തോഷങ്ങളുടെ പള്ളിക്കിരിപ്പും ആനന്ദങ്ങളും വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിനുള്ള അർത്ഥത്തോടെ നീ എഴുന്നള്ളുകയും പുനർത്ത് നീതിയോട് ന്യായവിധിക്കുകയും ഓരോരുത്തരും യോഗ്യമായിരിക്കുന്നവാനും പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്ത് മക്കളായ കുഞ്ഞോരോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയിരിപ്പോഴും എപ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം.
അവന്റെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തിക്കുന്നവൻ നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരേറവനും മരണവിധിയാ നശിച്ചു പോയവരെ പുനരുദ്ധാരം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീട്ടും വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസം പ്രത്യാശ നവീനമായ വിശ്വാസത്തിനാലും തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സുകളും ബഹുമാനം മതം യോഗ്യമായി ഫലത്തിന്റെയും ഉടയവരും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ വരഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവരും മരിപ്പിക്കുന്നവരും ഉയർപ്പിക്കുന്നവരും മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നതിനായി ഞങ്ങളെ പ്രത്യേകമായി കുടുംബക്കാരെയും ശാസക്കാരെയും സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യനെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവിടെ അവകാശിയാകുന്ന പ്രത്യാശയമേ ഞങ്ങൾ വിശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പാതാളത്തിൽ പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശം അനുഭവിച്ചു കൊള്ളുവാനുള്ള സന്തോഷം
കേൾപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ ശ്രേഷ്ഠിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകും. നാഥൻ താതനാകും ദൈവത്തിനു മഹത്വം തൻ പരിശുദ്ധാരൂഹായ്ക്കും സ്തുതി. ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ നിനക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവൃത്തിയായി. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചു വിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, മരിച്ചവർ നിന്നിൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളും നിന്നെ സ്തുതിക്കും. വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. ന്യായം അകന്നോ നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. ഉത്തരം അരുൾക ദേവ അനുഗ്രഹിക്ക. മധ്യക്ഷിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. എന്നാൽ എന്റെ സഹോദരരെ, നെഞ്ചിലുള്ളതിനെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർന്നിരിക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു നിന്നുകൊണ്ട് അങ്ങനെ തന്നെ അവനോട് ഉണർത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം ഇതിനോടുള്ള വിൽക്കുകയില്ല എന്നുള്ളതിനെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്നു. മശിഹായിൽ മരിച്ചവർ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശം കർത്താവിനെ മനോടുകൂടെ ഒരുമിച്ച് മേഖല എടുത്തുകൊള്ളപ്പെടും. എന്നാൽ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ നിങ്ങളെക്കൊണ്ട് അന്യോന്യം വിശ്വസിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ നാമെല്ലാവരും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് കർത്താവേ ശംശിഹായുടെ വിശുദ്ധ എവങ്കേലിയോടെ ദൈവത്തിന്റെ വചനങ്ങളെ എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവേ ശംശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ കന്യകമറിയാം ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ ദൈവം കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു.
സ്വർഗരാജ്യം തങ്ങളുടെ ദിവ്യേഷ്ടികളെ എടുത്ത് മണവാളനെതിരേൽക്കുന്നതിന് പുറപ്പെട്ട പന്തികന്യകമാരോട് സദൃശ്യം. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദിവ്യേഷ്ടികളെടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദിവ്യേഷ്ടികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രി ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുകയെന്ന കൂടിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഇതാ ഞങ്ങളുടെ ദിവ്യേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും പോരായെന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവരോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കുമ മറ്റേ കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ടവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല, സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയാതെ കൊണ്ട് വന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന കുറിയലായിസോ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളവരുമായ വിശുദ്ധാത്മാവിനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുത്ഥാനം ജീവനുമാകുന്നതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവനായി വിധിക്ക് വരാതെ മരണത്തിന് ജീവൻ വരെ കടന്നിരിക്കുന്ന നിശ്ചിതനായ ഞങ്ങളുടെ വിശുദ്ധാത്മാവിനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രക്ഷകനായ വിശുദ്ധാത്മാവിനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സർവ്വവിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുമായ പൂർണ്ണ സന്തോഷം വരുത്തുന്ന നിന്റെ എഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള പതിനുകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ. ദൈവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാകുന്നു. ഭൗതിക ശരീരമാരെങ്കിലും കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ടൊന്ന് കാണുവാനുള്ള അവസരമാകും. അതിനെ തുടർന്ന് സനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കും. മാലാഖമാരും ദൂതരും മാറി മാറി തുടർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്തിങ്ങനെ വാക്യകുലം
മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറും മേരിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവളെ മണ്ണീരെ കയറ്റുന്നു. സ്നേഹിച്ചവളെ ശോകത്തും എല്ലാമാകെ മുറയിടുന്നു. ഓടിക്കും പുഴുവീനും ഇരയാവാനയക്കുന്നു. നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് താതാ തരിക സന്തോഷം മോശം എന്നീ